ഗുണ്ടൂർ കാരം മഹേഷ് ബാബു നായകനായി എത്തി ത്രിവിക്രം എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇത് തെലുങ്കിൽ മാത്രമേ ഉള്ളൂ റിലീസ്, വേറൊരു ഭാഷയിലും ഇല്ല. കേരളത്തിൽ വളരെ ലിമിറ്റഡ് സ്ക്രീൻസിൽ തെലുങ്ക് വേർഷൻ ഉണ്ട്, വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലാണ്. ഇതപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം ഇതിൻ്റെ ഡയറക്ടറെ മുൻപത്തെ സിനിമയായ വൈകുണ്ഠപുരം നോൺ ബാഹുബലി ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. പിന്നെ മഹേഷ് ബാബു അത്രയും വലിയൊരു സ്റ്റാർ, എന്നിട്ട് പോലും മറ്റൊരു ഭാഷയിലും ഇല്ല, ഡബ്ഡ് ഇല്ല. അത് മണ്ടത്തരം തീരുമാനമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. മലയാളം പോയിട്ട് തമിഴോ കന്നഡയോ പോലും ഈ സിനിമ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. OTT വരുമ്പോൾ അവർ ഇറക്കുമായിരിക്കും, അതല്ലാതെ ഒരു കാര്യമില്ല. കാരണം ഇതൊരു പക്ക തെലുങ്ക് ഓഡിയൻസ്, അതായത് മഹേഷ് ബാബു ഫാൻസിന് വേണ്ടി മാത്രമുള്ള സിനിമയാണ്. വേറൊരാൾക്കും ഈ സിനിമ ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയുടെ തുടക്കമൊക്കെ കൊള്ളായിരുന്നു. മഹേഷ് ബാബുവിൻ്റെ ഇൻട്രോ, ദം മസാല സോങ്, പിന്നെ പുള്ളിയുടെ ആദ്യത്തെയൊക്കെ സ്വാഗ്, പിന്നെ ശ്രീലീലെ മഹേഷ് ബാബു തമ്മിലുള്ള ഒരു കുറച്ച് സീൻസൊക്കെ. സംഭവം പക്ക ക്ലീശയാണ്, പക്ഷേ എങ്കിൽ പോലും രസമുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂർ അങ്ങനെ പാക്ഡ് ആയിരുന്നു. പക്ക മാസ് മസാല പടമാണിത്, ആ ജോണറാണ്, വേറെ ഒന്നും അല്ല. നമുക്ക് ഊഹിക്കാമല്ലോ, സംവിധായകൻ്റെ മുൻപത്തെ സിനിമകളൊക്കെ പോലെ തന്നെ സ്ഥിരം മേക്കിംഗ് സ്റ്റൈൽ എന്തൊക്കെ ആയപ്പോലും ആദ്യത്തെ 30 മിനിറ്റ് രസമായിരുന്നു. പക്ഷേ അതിനുശേഷം വീക്ക് സ്ക്രിപ്റ്റ്, വീക്ക് എന്നല്ല വീക്കസ്റ്റ് സ്ക്രിപ്റ്റ്, ആ ഒരു ഇതുകൊണ്ട് പടം അങ്ങ് ഡൗൺ ആയി പോവുകയാണ്. അങ്ങനെ ഇൻ്റർവെൽ വരെ എത്തി. സെക്കൻഡ് ഹാഫ് തുടങ്ങി സിനിമ തീരുന്നിടം വരെ ടോർച്ചർ, അൾട്ടിമേറ്റ് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഗുണ്ടൂർ കാരം. ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഇതിൻ്റെ കഥ എന്താണെന്ന് കാണിക്കും, ഒരു ഫ്ലാഷ് ബാക്കും പിന്നെ അതിനോട് ചേർന്നൊരു 1 ലൈൻ കഥ കാണിക്കും. അതിനെയാണ് ഈ 2.25 മണിക്കൂർ വലിച്ച് നീട്ടിയിരിക്കുന്നത്. ടെക്നിക്കലി നോക്കുവാണെങ്കിൽ സിനിമ ടെക്നിക്കലി റിച്ച് ആണ്. അതായത് ഇതേ സംവിധായകൻ്റെ മേക്കിംഗ് സ്റ്റൈൽ നമുക്കറിയാം, അദ്ദേഹത്തിന് പണി അറിയാമെന്നുള്ളത് അറിയാം. പിന്നെ ഇത്രയും വലിയ ബഡ്ജറ്റോടെ കിട്ടുമ്പോൾ സംസാരിക്കുന്ന കാര്യമില്ല, നന്നായിരിക്കും നമുക്കറിയാം, നന്നായിട്ടുണ്ട്, ടെക്നിക്കലി റിച്ച് ആണ്. പക്ഷേ റൈറ്റിംഗ് വേസ്റ്റ് റൈറ്റിംഗ് ആണ്, ഒരു കാര്യമില്ലാത്ത റൈറ്റിംഗ്. ഞാൻ പറയില്ല, മഹേഷ് ബാബു ഫാൻസിന് എൻ്റർടൈൻ ചെയ്യാനുള്ളതുണ്ട്. കാരണം പുള്ളിയുടെ തന്നെ പഴയ പാട്ടുകളുടെ റെഫറൻസ്, അങ്ങനെ പല സാധനങ്ങളും, പുള്ളിയുടെ ഫുൾ സ്വാഗ് അങ്ങനെ. പക്ഷേ അതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുന്നത് ഞാൻ പറയില്ല, മഹേഷ് ബാബു ശ്രീലീല അവരുടെ ഒരു കോമ്പിനേഷൻ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. മീനാക്ഷി ചൗധരി ലീഡ് ഹീറോയിനാണ്. പുള്ളിക്കാരി ഈ പടത്തിൽ എന്ത് കാര്യത്തിന്, ഒരു കാര്യമില്ലാത്ത റോള്. ഇനി സ്ക്രിപ്റ്റിൽ നിന്ന് വെട്ടിക്കുറച്ചാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അവിടെ ഇല്ലെങ്കിൽ ഒരു ഇതുമില്ല, ലീഡ് ഹീറോയിനാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. പിന്നെ ജയറാമേട്ടൻ കോമഡി പീസ് സ്ഥിരം പരിപാടി ഊഹിക്കായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാരക്ടർലെസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പിന്നെ രമ്യാകൃഷ്ണൻ, പ്രകാശ് രാജൊക്കെ ജസ്റ്റ് അവരെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് നമുക്കറിയാവുന്ന, ജസ്റ്റ് ചുമ്മാ ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. മേക്കിംഗ് സ്റ്റൈലൊക്കെ കറക്റ്റ് വൈകുണ്ഠപുരത്തിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഞാൻ പറയില്ല, സ്ക്രിപ്റ്റ് അങ്ങോട്ട് അനങ്ങുന്നില്ല. അതിന് ഈ 2.25 മണിക്കൂർ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ ആക്കി. ഈ ആദ്യമൊക്കെ രസം ഉണ്ടായിരുന്നു പുള്ളിയുടെ സ്വാഗും ഒക്കെ കാണാൻ. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകണമെന്ന് കരുതിയാണ് ഇരുന്നത്. പിന്നെ അവസാനമായിട്ട് തമൻ, അദ്ദേഹമാണ് ഈ സിനിമയുടെ റിയൽ ഹീറോ. പുള്ളിയുടെ ഇടയ്ക്കത്തെ മ്യൂസിക്കും പിന്നെ പാട്ടുകളും വരുമ്പോൾ മാത്രമാണ് നമ്മൾ നിന്നെ വന്നത് പടത്തിലേക്ക്. 4 പാട്ട് 5 പാട്ടോളം ഉണ്ട്, എല്ലാ പാട്ടും 4 പാട്ടും. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പള്ളിയുടെ പഴയ പാട്ടിൻ്റെ ഒരു ഫൈറ്റിനിടയ്ക്ക് വരുന്ന ഒരിതും, അങ്ങനെ കുറച്ച് പരിപാടിയാണ്. അതെല്ലാം പവർ. സൗണ്ട് വൈസ് ഈ സിനിമ ടോപ്പാണ്, ബാക്കി എല്ലാം കൊണ്ടും ഡൗണുമാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2/5 ആണ്.